ഏറ്റവും സിമ്പിളും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ലൈബ്രറി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫ്ലാസ്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണ്. ഈ ഒരു ലൈബ്രറി വരുന്നത് പൈത്തണിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ പൈത്തൺ ആണ് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ടുള്ളൊരു ലാംഗ്വേജ് എന്ന് പറയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ബാക്ക് എൻഡ് പഠിക്കുന്നതെങ്കിൽ, അതല്ല എങ്കിൽ പൈത്തണിൻ്റെ ഒരു ലൈബ്രറി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്ക് എൻഡിന് വേണ്ടി ജാങ്കയേക്കാളും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്ലാസ്ക് തന്നെയാണ്. കാരണം ഫ്ലാസ്ക് ഏറ്റവും ബിഗിനേഴ്സിന് സിമ്പിളായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫ്ലാസ്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡുമായിട്ട് ബാക്ക് എൻഡിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. API എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലുള്ള പോസ്റ്റ് ഗെറ്റ്, അതായത് HTTP മെത്തേഡൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ബാക്ക് എൻഡും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് എൻഡ് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഈ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഒരു വെബ്സൈറ്റിൽ, അതായത് നമുക്ക് JSON ഫയൽ എങ്ങനെ നമുക്ക് എടുക്കാമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ API ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും കണക്ട് ചെയ്യുന്നത്. API എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം നിങ്ങളുമായിട്ട്.